വയനാട്ടിലെ പനമരത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. നിലമ്പൂരിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന TT ബസ്സും പറശ്ശിനിക്കടവ് സുൽത്താൻ ബത്തേരി റൂട്ടിലോടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കമൽ വിവരങ്ങളുമായി. കമൽ, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഏതാണ്ട് 20-ലധികം ആളുകൾക്ക് നല്ല പരിക്കുണ്ട്. അവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ നിലമ്പൂരിൽ നിന്ന് വരികയായിരുന്ന ബസിന്റെ ഡ്രൈവർക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും വിവരമുണ്ട്. ഈ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയാണ് പറശ്ശിനിക്കടവിൽ നിന്ന്. ആ ബസ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായും റോങ് സൈഡാണ്, വലത്തോട്ട് നീങ്ങി കൃത്യമായ ദിശയിൽ വന്ന നിലമ്പൂർ ഇരിട്ടി ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഈ ബസിന്റെ വീല് ജാമായി ആണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വളരെ പഴക്കം ചെന്ന KSRTC ബസ്സുകളാണ് വയനാട്ടിൽ ദീർഘദൂര റൂട്ടുകളിൽ അടക്കം സർവീസ് നടത്തുന്നത്. ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഏറെ പഴക്കമുള്ള ബസ്സാണ്. ഇത് ഓർഡിനറിയായി പോലും സർവീസ് നടത്താൻ അതിലധികം പഴക്കമുണ്ട്. അത്തരമൊരു ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്, വീൽ ജാമായി. എന്തായാലും ആദ്യം തന്നെ എത്തിയ ദൃക്സാക്ഷികളുണ്ട്. നിങ്ങൾ തൊട്ടടുത്താണോ താമസിക്കുന്നത്? ശബ്ദം കേട്ട് വന്നാണോ? ശബ്ദം കേട്ടു. എന്തായിരുന്നു അവസ്ഥ? വന്നപാട് ആള് കരച്ചിലും വിളിച്ചലും ഇതെല്ലാണ്. പിന്നെ ഈ നിലമ്പൂരിൽ ഇവിടുന്ന് വന്ന കണ്ണൂരിൽ നിന്ന് വന്ന ബസ്സിന്റെ ഡ്രൈവർക്ക് കാലിന് ചെറിയ നല്ല ബസ്സിന്റെ ഡ്രൈവർക്ക് കാലിന് നല്ല പരിക്കുണ്ട്. അപ്പോൾ മൂപ്പരോട് ചോദിച്ചത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ബീല് ജാമായി പോയതാണെന്നാണ് മൂപ്പർ പറഞ്ഞത്. ഒന്നാമതെന്ന് വെച്ചാൽ ബീല് ജാമായി പോയത് ഒന്ന്. രണ്ടാമതെന്ന് വെച്ചാൽ ഈ റോഡ് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ വീതി കുറഞ്ഞതാണ്. കാരണം വെച്ചാൽ ഈ കൈതക്കൽ സ്കൂള് തൊട്ടപ്പുറത്താണ്, കൈതക്കൽ മദ്രസ തൊട്ടപ്പുറത്ത്. രാവിലെ വരുമ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള നല്ല പോലത്തെ ഒരു വളവാണ്. നിങ്ങൾ കാണുന്നില്ലേ ഈ വളവ്? നല്ല വളവാണ്. ആ വളവിൻ്റെ അതിൻ്റെ ഇത് ഞാൻ കുറേ അധികാരികൾ പറഞ്ഞതാണ്. ഇത് സംഭവം ഇത് ട്രെയിനിങ് ആണ്, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞേക്ക്. പിന്നെ ആൾക്കാർ കുറേ ആളുണ്ട്. 10 ബത്തേരി ബസ്സിൽ രണ്ടിലും ആളുണ്ട്. രണ്ടിലുള്ള ആൾക്കാർക്കും നല്ല പരിക്കുണ്ട്. കാരണം വെച്ചാൽ ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, തല പൊട്ടിയിട്ടുണ്ട്, പിന്നെ മൂക്കിന് ചോര വരുന്നുണ്ട്, പിന്നെ കാലിനുണ്ട്, കൈക്കുണ്ട്. എല്ലാവർക്കും നല്ല പരിക്കുണ്ട്. എല്ലാവരും മാനന്തവാടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത. ഈ റോഡ് കാണാം, ടാറിങ് കഴിഞ്ഞിട്ട് ഒട്ടും അങ്ങോട്ട് മാറി നിൽക്കാൻ സ്ഥലമില്ല. ഒരു കാൽനട യാത്രക്കാരൻ പോകുമ്പോൾ 2 ബസ്സുകൾ വന്നാൽ ആളുകൾക്ക് മാറി നിൽക്കാൻ സ്ഥലമില്ല, ബസ്സിന് കൃത്യമായി പോകാനുള്ള വഴിയില്ല. ഈ സംഭവത്തിൽ പക്ഷേ ബസ്സിന്റെ വീൽ ജാമായി ബസ് തെറ്റായ ദിശയിലേക്ക് നീങ്ങിയതാണ് അപകട കാരണം എന്ന് പറയുന്നു. പക്ഷേ ഈ റോഡിന്റെ അവസ്ഥ, ഈ റോഡ് സൈഡ് വളരെ അബദ്ധമാണ്. കുട്ടികൾ നടന്നു പോവുകയാണെങ്കിൽ 2 ബസ് വന്നാൽ കുട്ടികൾക്ക് മാറി നിൽക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. അത്തരത്തിൽ നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞതാണ്. എന്തായാലും ഈ അപകടത്തിൽ പലർക്കും നല്ല പരിക്കേറ്റിട്ടുണ്ട്, സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. 2 ബസ്സിലും രാവിലെ ഏതാണ്ട് 9:30-10 മണി സമയമാണ്. 2 ബസ്സും നല്ല ലോഡാണ്. 2 ബസ്സും പ്രിയദർശിനി സൗജന്യ യാത്രയുള്ള ബസ്സുകളുമാണ്. ഒന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരുന്ന ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്, മറ്റൊന്ന് ടൗൺ ടു ടൗൺ ബസ് നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് വയനാട് വഴി ഇരിട്ടിയിലേക്ക് പോകുന്ന ബസ്സാണ്. അത് കൽപ്പറ്റ കഴിഞ്ഞ് മാനന്തവാടി ഭാഗത്തേക്ക് വരികയായിരുന്നു. ആ ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്. എന്തായാലും ഈ KSRTC ബസ്സുകളുടെ പഴക്കം, കഴിഞ്ഞ ദിവസം കുറ്റ്യാടി ചുരത്തിൽ ഒരു ബസ് 160 യാത്രക്കാരുമായി പുറകിലേക്ക് പോയിരുന്നു. വളരെ പഴക്കം ചെന്ന ബസ്സായിരുന്നു. ഈ ബസ്സുകൾ ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളടക്കം ഇത്രയും പഴയതാണ് എന്ന കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. ശ്രീജ. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്.